Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ഉണ്ടാക്കേണ്ടത് കേത്തൽ ചിക്കൻ ആണ്. കേത്തൽ ചിക്കൻ എന്ന് കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. ഇത് തിരുവനന്തപുരം സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ സ്ഥിരം വാങ്ങിച്ചു കഴിക്കുന്ന ഒന്നായിരുന്നു ഈ കേത്തൽ ചിക്കൻ. കേത്തൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ പിഞ്ചു കോഴി ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ പ്രായം കുറഞ്ഞ മൂപ്പെത്താത്ത കോഴി വെച്ചിട്ടാണ് ഈ കേത്തൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. മൂത്ത കോഴി വെച്ചുണ്ടാക്കിയാൽ അത് ശരിയാവില്ല, അത് നാര് പോലെ, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നല്ല പിഞ്ചു കോഴി വെച്ചിട്ട് വേണം കേത്തൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അധികം മൂക്കാത്ത കോഴി നോക്കിയെടുക്കുക. പിന്നെ ഇതിന് വറ്റൽമുളകാണ് ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ കേത്തൽ ചിക്കൻ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഈ കേത്തൽ ചിക്കൻ ഫ്രൈ. അത് നമുക്ക് ഉണ്ടാക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേത്തൽ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കേത്തൽ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ പിരിയമുളകും സാധാരണ മുളകും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. പിരിയമുളകും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളറൊക്കെ കിട്ടും, ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസിയാണ് ഈ കേത്തൽ ചിക്കൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് ചേർക്കണം. അപ്പം മുളകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും റോസ്റ്റ് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറി മാറി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ആ പാനിൽ തന്നെ തീ കുറച്ച് വെച്ചിട്ട് 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണോളം നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിന് ജീരകത്തിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ കേത്തൽ ചിക്കന്. അപ്പോൾ നമ്മൾ 2 ജീരകവും കൂടെ ചേർത്താണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് എപ്പോഴും തീ കുറച്ചിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ജീരകമൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം തൊട്ട് ലോ ഫ്ലെയിം മാറി മാറി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് അതും എടുക്കുക. എന്നിട്ട് അതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മുളക് എടുത്തില്ലേ അതിൻ്റെ കൂടെ അങ്ങ് എടുത്ത് മാറ്റാം. നന്നായിട്ട് ജീരകം മൂത്ത് വരുമ്പോഴേക്കും ഒരു മണം വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും മൂത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് പകർത്തി മറ്റേ മുളകിൻ്റെ കൂടെ തന്നെ പകർത്തി എടുക്കുക. അപ്പോൾ ജീരകം നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതൊന്ന് ചെറിയ ചൂടോടെ, ഒത്തിരി ചൂട് വേണ്ട, ചെറിയ ചൂടോടെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിനെ പൊടിക്കാവുള്ളൂ. ഒത്തിരി അങ്ങ് ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. ഒരു കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി, 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. അതും അധികം അരഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് തന്നെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്കെല്ലാം ഒന്ന് പുരട്ടി വെക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ഒരു മീഡിയം സൈസ് പീസായിട്ട് മുറിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര അല്ലെങ്കിൽ 1/4 വരെയൊക്കെ ആകാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കണം. ഞാനൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ വറ്റൽമുളകിൻ്റെ എരിവ് ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ഞാനിവിടെ പിരിയമുളകും മറ്റേ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതാകുമ്പം കുറച്ച് കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. അപ്പോൾ അത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/4 തൊട്ട് 1 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചോണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തീരെ അരയാതെ ഇരിക്കുകയും ചെയ്യരുത്, ഒത്തിരി അങ്ങ് അരഞ്ഞും പോകരുത്. ഇത്തിരി തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മുളകും ജീരകവും എല്ലാം കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി പോർഷൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് അവസാനം ചേർക്കാനുള്ളതാണ്, അത് ഞാൻ പിന്നീട് പറയാം. ബാക്കി അങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇതിനകത്ത് നന്നായിട്ട് വറുത്ത് വരുമ്പോഴേക്കുമാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമുക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ടും ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നാരങ്ങ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ ആയാലും ചേർത്താൽ മതി, 1 സ്പൂൺ വിനെഗർ ചേർത്താലും മതി. നാരങ്ങയാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്. അപ്പോൾ കഴിവതും നാരങ്ങ തന്നെ ചേർക്കുക. അപ്പോൾ ഒരു പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കൻ പീസിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ എല്ലാ വശത്തും ആ വറ്റൽമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് പിടിക്കണമെങ്കിൽ സാധാരണ നമ്മൾ മുളകൊക്കെ ഇട്ട് കുഴയ്ക്കുന്ന പോലെ വറ്റൽമുളക് ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കൈകൊണ്ട് അതിലേക്ക് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിൽ വെച്ചാൽ അരമണിക്കൂറേ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം, അപ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടും. അതല്ല കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. ഇനി നമുക്ക് അതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. കേത്തൽ ചിക്കൻ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയിൽ സാധാരണ കേത്തൽ ചിക്കൻ ചെയ്യുന്നത് എണ്ണയിൽ വറുത്ത് കോരുകയാണ്. നമുക്ക് വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി എണ്ണ ഒഴിച്ചാൽ അത് വേസ്റ്റ് ആകത്തേ ഉള്ളൂ, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ആകാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. മൂടി വെക്കുമ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റും ആവും, അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും പിഞ്ചു കോഴി നോക്കി എടുക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒത്തിരി മൂത്ത ചിക്കൻ വെച്ചിട്ട് ചെയ്താലൊരു സുഖമില്ല. അപ്പം അധികം മൂപ്പെത്താത്ത കോഴി നോക്കി എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ചിക്കൻ ഫ്രൈ. അപ്പോൾ ഒരു വശം മൂത്ത് കഴിയുമ്പോഴേക്കും പിന്നെ തുറന്ന് വെച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്പം മൊരിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ ആ വറ്റൽമുളകിൻ്റെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും അതിൽ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനകത്തുള്ള ആ ഒരു ചിക്കൻ വറുത്തതിൻ്റെ ഒരു പൊടി ഉണ്ടാവുമല്ലോ, അതും എടുക്കണം. അതിനാണ് ഏറ്റവും ടേസ്റ്റ്. ആ മുളകെല്ലാം ഫ്രൈ ആയി കിടക്കുന്ന ആ ഒരു പൊടിയുണ്ട്, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാതെ വേണം വറുക്കാനായിട്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും ആ പൊടിക്ക്. അപ്പോൾ ഒരു നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും അത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ബാക്കിയും ചിക്കനും കൂടെ 2 ട്രിപ്പായിട്ട് ഞാൻ മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വറുത്ത് മാറ്റാം. ഇനി ആ പാത്രത്തിലിട്ട് വേണം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയിൽ തന്നെയാണ് ഇനി ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എണ്ണ നിങ്ങൾക്ക് മിച്ചം ഉണ്ടെങ്കിൽ പിന്നെ എണ്ണ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുളക് വഴറ്റാൻ മാത്രമുള്ള എണ്ണ മതി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആദ്യം ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ആദ്യം ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോഴാണ് ടേസ്റ്റ്. അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, മുളകും ജീരകവും എല്ലാം കൂടെ, അതിൻ്റെ ബാക്കി ആ ഇരിക്കുന്ന മുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഈ മുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മുളക് ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒത്തിരി നേരം ഇതിട്ട് വഴറ്റേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മുളകാണ്. അപ്പോൾ അതിനധികം മൂക്കാനൊന്നും ഇല്ല, നന്നായിട്ട് മൂത്താണ്. അപ്പോൾ ആ എണ്ണ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കോരി നമ്മുടെ ചിക്കനിനകത്തേക്ക് ഇടാം. അല്ലെങ്കിൽ കുറച്ച് ചിക്കനേ ഉള്ളെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പാനിനകത്തേക്ക് തികയത്തില്ല, അത് കാരണം ഞാൻ ഇത് കോരിയെടുത്ത് നമ്മുടെ വറുത്ത ചിക്കൻ്റെ കൂടെ ചേർക്കുക ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് കുറച്ച് ചിക്കനേ ഉള്ളൂ ഈ പാത്രത്തിലേക്ക് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ ഇത് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ചിക്കൻ ഫ്രൈയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ മുളകിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ആ ചിക്കൻ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടും.
അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് ഈ പാത്രത്തിൽ കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ കോരി ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേത്തൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്, നല്ല എരിവുണ്ടാവും, അടിപൊളിയാണ് ഫ്രൈഡ് റൈസിൻ്റെ അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.